നമസ്കാരം. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വിമർശിച്ച് കാന്തപുരം സംസ്ഥാന വിഭാഗം. മുഖപത്രമായ സിറാജിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. ഹൈബീഡൻ എം പിയെ അടക്കം രൂക്ഷമായി വിമർശിക്കുമ്പോൾ തന്നെ ലേഖനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രശംസിക്കുന്നുണ്ട്. തട്ടമിടാതെ പോകാൻ കുട്ടിയുടെ രക്ഷിതാവിനെ ഹൈബീഡൻ എം പി ഭീഷണിപ്പെടുത്തിയെന്നും SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരം എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. 13 നേരിട്ട അവകാശ ലംഘനത്തിനെതിരെ ഒറ്റ കോൺഗ്രസുകാരനും ശബ്ദിച്ചില്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് 3 ദിവസം മൗനവ്രതം ആചരിച്ചു. വി ശിവൻകുട്ടി നിവർന്നു നിന്ന് സംസാരിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക മാനം കാത്തുവെന്നും റഹ്മത്തുള്ള സഖാഫി ഇളമരം പറഞ്ഞു. സിറാജ് മുഖപത്രത്തിലെ തട്ടവിലക്കിന്റെ മതം രാഷ്ട്രീയം എന്ന ലേഖനത്തിലാണ് റഹ്മത്തുള്ള സഖാഫി ഇളമരത്തിന്റെ വിമർശനം. ഒരു സമുദായത്തിന്റെ മൗലിക അവകാശം നിഷേധിച്ചിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് അറിഞ്ഞ മട്ടില്ലെന്നും ഹൈബീഡൻ എം പി വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു. കർണാടകയിലെ കോൺഗ്രസ് കാണിച്ച ആർജവമെങ്കിലും സംസ്ഥാന കോൺഗ്രസ് കാണിക്കണമെന്നും വിമർശിക്കുന്നു. ഹിജാബ് വിവാദത്തിൽ മുസ്ലിം ലീഗ് 3 ദിവസം മൗനവ്രതം ആചരിച്ചു. അതിനുശേഷമാണ് പ്രതികരിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം കേരളത്തിന്റെ സാംസ്കാരിക മാനം കാത്തു. തലമറിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിൽ 2 അഭിപ്രായമില്ലെന്നും ലേഖനത്തിൽ പറയുന്നു. ഹിജാബ് വിഷയത്തിൽ കർണാടക കോടതിയുടെ ഉത്തരവ് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ തന്നെ അവഗണിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എന്തായുധം കിട്ടിയാലും ഉപയോഗിക്കുന്നവർ എന്ന നിലയ്ക്ക് BJP മുസ്ലിങ്ങൾക്കെതിരെ ക്രൈസ്തവ അവകാശ സംരക്ഷണകരായി അവതരിച്ചതിൽ അത്ഭുതമില്ല. ഇതേ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെ ആക്രമിച്ചതും അവഹേളിച്ചതും ജയിലിലിട്ടതും എല്ലാം മറന്നുകൊടുക്കാം. തൃപ്പൂണിത്തുറ അവരെ സംബന്ധിച്ച് അല്പം സാധ്യതയുള്ള മണ്ഡലമാണ്. അതാണ് BJPയുടെ തട്ടത്തിൽ പൊതിഞ്ഞ രാഷ്ട്രീയമെന്ന് വ്യക്തമാണെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. എന്നാൽ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാരും ഒരു സമുദായത്തിന്റെ മൗലികാവകാശം പരസ്യമായി നിഷേധിച്ച വിവരം തന്നെ അറിഞ്ഞ മട്ടില്ല. സ്കൂൾ അധികാരികളെ അവരുടെ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുതിർന്നാൽ അത് മുതലെടുത്ത് BJPക്ക് കൂടുതൽ വോട്ട് കിട്ടുമോ എന്ന രാഷ്ട്രീയ ബോധമാണ് MP പ്രകടിപ്പിച്ചത്. ഒരു 13 നേരിട്ട അവകാശ ലംഘനത്തിനെതിരെ ശബ്ദിക്കാൻ ഒറ്റ കോൺഗ്രസുകാരനും ഉണ്ടായില്ലെന്നും വിമർശിക്കുന്നു. അതേസമയം ഹിജാബ് ധരിച്ച് പഠനം തുടരാൻ അനുവദിക്കണമെന്ന നിലപാടിലാണ് വിവാദത്തിലായ വിദ്യാർത്ഥിനിയുടെ കുടുംബം. നേരത്തെ സ്കൂളുകളിൽ നിന്നും TC വാങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വിധി വരുന്നത് വരെ കാത്തിരിക്കാനാണ് പെൺകുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. അതുവരെ കാത്തിരിക്കുക എന്നതാണ് കുടുംബത്തിന്റെ നിലപാട്. ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് തുടർന്ന് തീരുമാനം കൈക്കൊള്ളാനാണ് കുടുംബം ഒരുങ്ങുന്നത്. കേസിൽ കുടുംബം കക്ഷി ചേർന്നിട്ടില്ല. അതിനുള്ള സാധ്യതയടക്കം ഇനിയും ആരായും. വെള്ളിയാഴ്ച വരെ കാത്തിരിക്കുമ്പോൾ വിദ്യാർത്ഥിനിയുടെ പഠനം മുടങ്ങുമെന്നതാണ് ഇവിടെയുള്ള പ്രതിസന്ധി. നേരത്തെ ഹിജാബ് ധരിച്ചെത്തിയാലും കുട്ടിയെ സ്കൂളിൽ പ്രവേശിക്കണമെന്ന DDയുടെ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന സ്കൂളിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തിയാലും പഠിപ്പിക്കണം, പുറത്താക്കരുതെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നു. വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് രണ്ടും സ്കൂൾ അധികൃതർക്ക് കൈമാറിയിരുന്നു. ഇതിനെതിരെയാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. DDയുടെ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു മാനേജ്മെന്റിന്റെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. വിഷയത്തിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഇതിനിടയിൽ ഹിജാബ് വിഷയം വിവാദമായ സാഹചര്യത്തിൽ മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും തുടർന്ന് സ്കൂളിൽ പഠിക്കാൻ തയ്യാറല്ലെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചത്. TC വാങ്ങി മറ്റു സ്കൂളിൽ കുട്ടിയെ ചേർക്കുമെന്നും പിതാവ് അറിയിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാകുമെന്ന തീരുമാനത്തിലാണ് മുൻ നിലപാടിൽ നിന്നും കുടുംബം ഇപ്പോൾ മാറിയിരിക്കുന്നത്.